അർജുനായുള്ള ഗംഗാവലിയിലെ തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. ಅವು ಏನಾದ್ರು ಮಾಡ್ಕೊಬಂದು ಹೊಟ್ಟೆ ತುಂಬೋದಾಯ್ತು. ಗದ್ದೆನೂ ಹಿಂಗಾಗೋಯ್ತು, ಮನೆಯೂ ಹಿಂಗಾಗೋಯ್ತು. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടി ഗംഗാവലി പുഴയിലെ തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. ശക്തമായ ഒഴുക്കാണ് പ്രതിസന്ധി. മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നാലെ ഗംഗാവലി പുഴയിൽ പൊട്ടിത്തെറിയുണ്ടായെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വാതക ടാങ്കർ പൊട്ടിത്തെറിച്ചു എന്നാണ് സംശയം. വിഷയം അതീവ ഗൌരവമുള്ളതാണെന്ന് നിരീക്ഷിച്ച കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ കോടതിയെ അറിയിച്ചു. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയും ഹാഷ്മി താജ് ഇബ്രാഹിമും ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, അങ്ങനെ 8ാം ദിനവും വലിയ പ്രതീക്ഷയിലായിരുന്നു നമ്മൾ. പക്ഷേ നിരാശാജനകമാണ് നിലവിലെ സാഹചര്യമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതാണോ കാരണം? പെരുമഴയാണ് പ്രവിധ. പെരുമഴയും കൊടുങ്കാറ്റുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഷിരൂരിൽ പെയ്യുന്ന മഴയാണ്. ഈ മഴ നമ്മൾ രാവിലെ മുതൽ പറയുന്നുണ്ട്. ഈ മഴ രക്ഷാദൗത്യത്തിനുണ്ടാക്കുന്ന പ്രശ്നം ചില്ലറയല്ല എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ മഴ പെയ്താൽ രക്ഷാദൗത്യം നിർത്തിവെക്കലല്ല മറ്റ് തരമില്ല. ഇന്നിപ്പോൾ ഗംഗാവലി പുഴയിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് കാര്യമായ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് 8ാം നാളും നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനില്ല. ഗംഗാവലി പുഴയിൽ എന്ന് പറഞ്ഞൊരു ഒരു മാസീവ് സെർച്ച് നടന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ സോണാർ എന്ന് പറയുന്ന നേവി ഇത്തരം ഘട്ടങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപകരണം വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധന മാത്രമാണ്. അതല്ലാതെ കുറച്ചുകൂടി സാങ്കേതിക സൗകര്യം ആവശ്യമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന അവിടെ നടന്നിട്ടില്ല. മാത്രമല്ല കരയിലെ പ്രവർത്തനം ഏതാണ്ട് അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ്. ഇന്ന് മലയാളി രക്ഷാദൗത്യ പ്രവർത്തകരൊന്നും അങ്ങോട്ടൊന്നും കയറ്റി വിട്ടിരുന്നില്ല. മാത്രമല്ല ഇന്ന് അവിടെ നടന്നത് റോഡ് ക്ലിയർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് പ്രവിധ അവിടെ നടന്നത്. ഇന്നിപ്പോൾ ഗംഗാവാലി പുഴയിലേക്ക് മാത്രമായിരുന്നു ഈ സമയം അത്രയും പരിശോധന. ഇന്നിപ്പോൾ ഔദ്യോഗികമായി അത് അവസാനിപ്പിച്ച വിവരം പറയുന്നില്ലെങ്കിൽ കൂടിയും ഏതാണ്ട് ഇന്നത്തെ രക്ഷാദൗത്യം ആ പുഴയിൽ രക്ഷാദൗത്യം നിർത്തിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് കാരണം ഈ പെരുമഴ തന്നെയാണ്. അല്പസമയം മുൻപാണ് ഈ പെരുമഴ തുടങ്ങിയത്. പെരുമഴ അങ്ങനെ നിൽക്കുമ്പോൾ ഗംഗാവാലി പുഴയിലെ ആ തെരച്ചിൽ ഏതെങ്കിലും തരത്തിൽ തുടരാനുള്ള കാലാവസ്ഥ അനുകൂലമല്ല. പ്രത്യേകിച്ച് കരയിലെ ഒട്ടുമേ അനുകൂലമല്ല. കരയിലെ ആ റോഡിലെ മണ്ണുമാറ്റ പ്രക്രിയ ഇപ്പോൾ നടക്കുന്നുണ്ടായിരുന്നു. അതും ഏതാണ്ട് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. 8ാം നാളാണ് പ്രവിധ. നമുക്ക് വലിയ സങ്കടവും വേദനയും വിഷമവും ഉണ്ട്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൂടപ്പുറപ്പ് തിരോധാനപ്പെട്ടിട്ട് എവിടെയാണെന്ന് അറിയാത്ത 8ാം നാളാണ്. ഏതെങ്കിലും തരത്തിലുള്ള സൂചന നൽകാൻ നമുക്ക് കഴിയുന്നില്ല. ഇതിലെ പ്രശ്നം ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ അതിഭീകരമായ അടിയൊഴുക്കാണെന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മൾ അതിന്റെ മുകൾ തട്ട് കണ്ടാൽ തോന്നാത്ത അത്രയും ഒരു വലിയ പാറക്കല്ലൊക്കെ അങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള തരത്തിലുള്ള വലിയ അടിയൊഴുക്ക് താഴെ രൂപപ്പെട്ടിരിക്കുന്നു. അത് അഴിമുഖത്തോട് ചേർന്ന ഭാഗമായതുകൊണ്ട് കൂടിയാണ്. അവിടെ ആഴം കൂടും, അടിയൊഴുക്ക് കൂടും. ആ അടിയൊഴുക്കിൽ നേവിയുടെ ഡൈവേഴ്സ് ഇറങ്ങി പരിശോധന നടത്തൽ അതീവ ദുഷ്കരമാണ്. മാത്രമല്ല സോണാർ സംവിധാനത്തിന്റെ പരിശോധനയിലും കാര്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് ഈ നദിയുടെ റിവർ ബെഡിൽ കിടക്കുന്നതായി കിട്ടുന്നില്ല. അപ്പോൾ സംശയിക്കുന്നത് ആ നദിയുടെ ഏതാണ്ട് ഒത്ത നടുഭാഗത്തോട് ചേർന്ന ഒരു വലിയ മൺകൂന രൂപപ്പെട്ടുണ്ട്. ആ മൺകൂനയ്ക്ക് അടുത്താണ് ഇന്നലെ സിഗ്നൽ കിട്ടിയത്. ആ മൺകൂനയ്ക്ക് അടുത്ത് നടന്ന പരിശോധനയിലും കാര്യമായ എന്തെങ്കിലും കിട്ടുന്നില്ല. അരുൺ പൂപ്പറമ്പ് കൂടി ചെയ്യുന്നുണ്ട്. പ്രവിധ, അരുൺ, ഈ പെരുമഴയാണ് രക്ഷാദൗത്യത്തിനുണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല. അതിപ്പോൾ അവിടെ ബാധിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺ, അല്ലേ? തീർച്ചയായും അത് നിലവിലിപ്പോൾ ഈ ഗംഗാവലി പുഴയിലെ തെരച്ചിൽ തന്നെ വളരെ ദുഷ്കരമാണ്. നമുക്കറിയാം അതിൻ്റെ ഒരു അടിയൊഴുക്ക് കഴിഞ്ഞ കുറേ ദിവസമായുള്ള ശക്തമായ മഴ, ആ പുഴയുടെ പൊതുവെയുള്ളൊരു ഗതി എല്ലാം തിരിച്ചടിയാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ നിലവിൽ കനത്ത മഴ പെയ്യുന്നു, അവിടെ വീണ്ടും അടിയൊഴുക്ക് കൂടുന്നുവെന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ വരുന്നത്. അതോടൊപ്പം തന്നെ അതിനടിയിൽ, അതായത് പുഴക്കടിയിൽ വിവിധ ഇടങ്ങളിലായി വലിയ മൺതിട്ടകൾ, മൺകൂനകളുണ്ട്. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ആ രീതിയിലുള്ള തെരച്ചിലൊന്നും ഇന്ന് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. നേവിയുടെ ഈ സോണാർ സിസ്റ്റം ഉപയോഗിച്ചുള്ള തെരച്ചിൽ രാവിലെ മുതൽ നടക്കുന്നുണ്ട്. നമ്മളതല്ല പ്രതീക്ഷിച്ചിരുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
ഈ വലിയ മൺതിട്ടകളെ അതിനടിയിലുള്ള തെരച്ചിലൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ എത്തിക്കും. ബോറിംഗ് മെഷീനൊക്കെ എത്തിച്ചുവെങ്കിലും പിന്നീട് അവസാനം പ്രതികൂലമായ കാലാവസ്ഥയിൽ അത് പിന്നീട് ഉപയോഗിച്ചില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ 8ാം ദിവസവും നിരാശപ്പെടുത്തുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നും നമുക്ക് ഈ എന്തെങ്കിലും ഒരു ശുഭകരമായ വാർത്ത നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തെരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചു വന്ന ഒടുവിലായുള്ള വാർത്ത വരുന്നുണ്ട്. ഇവിടെ സച്ചിന്റെ എം.എൽ.എ ലിൻഡോ ജോസഫ് എം.എൽ.എ ഇവിടെ വന്നിരുന്നു. ഇവർ അധികാരികളുമായി സംസാരിച്ചിരുന്നു, കളക്ടറുമായി സംസാരിച്ചു. ഇവർ രാവിലെ മുതൽ ഇവിടെയുണ്ട്, ഇടപെടലുകൾ നടത്തുന്നുണ്ട്. രാവിലെ കളക്ടറോട് ഇവർ വന്ന ശേഷം കളക്ടറോട് പോയി സംസാരിച്ചിരുന്നു. ഈ കളക്ടർ എന്താണ് നമ്മളോട് പറയുന്നത്, എന്താണ് ഈ തെരച്ചിലിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന അവസാന ഒരു അപ്ഡേറ്റ് എന്താണ്? കളക്ടറുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഇവിടുത്തെ നിലവിൽ നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് കളക്ടറെ ധരിപ്പിക്കാൻ ശ്രമിച്ചു. നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധ്യമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. കേരളത്തിൽ നിന്ന് ഇപ്പോൾ എത്തിയിട്ടുള്ള ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരെ പരമാവധി ഇവിടെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധ്യമായ മാർഗം എന്താണ്? അതിന് സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയിൽ കൈക്കൊള്ളാൻ കഴിയാവുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിലയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സാഹചര്യം പരിശോധിച്ചതിന് ശേഷം ഉചിതമായ നിലയിൽ ഒരു തീരുമാനമെടുക്കാം എന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രശ്നം ഒരാഴ്ച പിന്നിടുന്നു എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം 8ാം നാളാണ്, ഒരാഴ്ച പിന്നിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സ്വാഭാവികമായ ഒരു രക്ഷാപ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇതിനകം അതിന് നമുക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. ഒരാഴ്ച പിന്നിടുന്നു, നമ്മുടെ ആശങ്ക വല്ലാതെ വർദ്ധിക്കുന്നു. നമുക്ക് ഒരു തരത്തിലുമുള്ള റിസൾട്ട് റിസൾട്ട് എന്തോ ആവട്ടെ, പക്ഷെ നമുക്കൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഇപ്പോഴും നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച്, ഈ പ്രശ്നത്തെ സംബന്ധിച്ച്, നടന്ന സംഭവത്തെ സംബന്ധിച്ച് ഒരു ധാരണയിലേക്ക് നമ്മുടെ ബോധത്തെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയാവുന്ന വിധത്തിലേക്ക് മാറാനായിട്ടില്ല എന്നുള്ള ഒരു വൈകാരികമായ പ്രശ്നം ഇതിലുണ്ട്. അത് ആ കുടുംബത്തിനുള്ളതോടൊപ്പം തന്നെ മറ്റെല്ലാവർക്കും ആ പ്രശ്നമുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണുകയാണ്. എം.എൽ.എ പറയുന്ന പോലെ എന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അവസാനം ഇതിനുണ്ടാകണമല്ലോ പ്രവിധ, അതാണ് എല്ലാവരും പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ ഏതെങ്കിലും തരത്തിലുള്ള തെരച്ചിൽ എന്തെങ്കിലും പുരോഗതി ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അതിനിടയിലാണ് ഈ പ്രദേശവാസികൾ ചിലർ പറയുന്നത് വലിയ ഒരു സ്ഫോടനം ഉണ്ടായെന്ന് പ്രദേശവാസികൾ ചിലർ പറയുന്നുണ്ട്. അവർ കണ്ട കാര്യം അത് പറയുന്നുണ്ട്. പക്ഷേ അത് അവർക്ക് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ, മൈക്കിന് മുന്നിൽ അത് തുറന്നു പറയാൻ അവർ തയ്യാറാവുന്നില്ല എന്ന പ്രശ്നം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ 3 ടാങ്കറുകൾ നഷ്ടമായ കാര്യം നമുക്കറിയാം. അതിൽ 2 ടാങ്കറുകൾ കണ്ടെത്തി. അതിലൊരു ടാങ്കർ പൊട്ടിത്തെറിച്ച കാര്യം പറയുകയാണ് പ്രദേശവാസികൾ. എന്ന് പറഞ്ഞാൽ വെള്ളം ഇപ്പം നമ്മൾ ഈ നദിയുടെ അങ്ങേക്കരക്കിൽ പോയി നോക്കിയാൽ ഈ പ്രദേശവാസികൾ പറയുന്നതിൽ ചില കഥയുണ്ടോ തോന്നുന്ന കാര്യം, ഒരു തെങ്ങൊക്കെ ഇങ്ങനെ നടുവിനെ വെട്ടിമുറിച്ച മാതിരി പോയ സാഹചര്യം അവിടെയുണ്ട്. തെങ്ങിന്റെ മുകൾത്തൊട്ട് ഇങ്ങനെ ഇഴപിരിഞ്ഞ് നിൽക്കുന്ന മട്ടിലുണ്ട്. വെള്ളം അടിച്ചു കയറി ഇത്ര പ്രശ്നം ഉണ്ടാകുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ അവിടെ കാണാം. അത് മാത്രമല്ല, ഈ പൊളിഞ്ഞുപോയ വീടുകൾ ഇപ്പം എത്ര ശക്തിക്കായാലും വെള്ളം കയറി പൊളിയുന്ന വീടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇത് വാഷ് ഔട്ട് എന്ന് പറയുന്ന തരത്തിൽ അവിടെ ഒരു വീടുണ്ടോ എന്ന് തോന്നുന്ന രീതിയിൽ ആ ഭാഗം ഏതാണ്ട് പൂർണ്ണമായി തുറച്ചെടുത്ത് പോയി എന്ന മട്ടിൽ തോന്നുന്നതാണ് ആ സ്ഥലങ്ങളിലെ കാഴ്ചകൾ. ആ പ്രദേശവാസികൾ ചിലർ പറയുന്നുണ്ട് വലിയ സ്ഫോടന ശബ്ദം കേട്ടു, തീയാളെന്ന് കണ്ടു എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ അവരത് മൈക്കിന് മുന്നിൽ ക്യാമറ. ശരി, ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ഷിരൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.